ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു 2 പിടിയോളം വൻപയർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊണ്ടുവരാം. വീണ്ടും ഒരു വൻപയർ റെസിപ്പിയാണ്. വൻപയർ മാത്രമല്ല കേട്ടോ, നമ്മളിതിൽ വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കൂട്ടാണ്. അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിരുന്നു. അതിൻ്റെ അതുപോലെയുള്ള പോർഷൻസ് കുറച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. ഏകദേശം ആ ഒരു വൈറ്റ് കാണത്തക്ക രീതിയിൽ വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി മാറ്റാം. ഇത് ചില വാഴയുടെ എടുക്കാൻ പാടില്ല, കയ്പ്പ് രസം വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആ ഒരു വൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് ഇളക്കി മാറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറ ഉണ്ടാവും. അതുകൊണ്ടാണ് ചിലരെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് അരിഞ്ഞിടില്ല. നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഞെരടി എടുക്കും. അപ്പോൾ ആ കറ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് ഞെരടി എടുക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം കുറയും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത് ആ ഒരു ഇതിനനുസരിച്ച് ചെയ്യാം. വെളിച്ചെണ്ണ ചേർത്ത് ഞെരടി എടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാകുമ്പോൾ ഒട്ടും കറയില്ലാതെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വെള്ളത്തിലിട്ട് എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ നാര് പോലെ കിട്ടും. ആ ഒരു നാര് പോലെ കിട്ടുന്നതിനെ നമ്മൾ മാറ്റണം കേട്ടോ. നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നാര് കിട്ടും. ആ നാരിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്യുക. ഈ വെളിച്ചെണ്ണ തേച്ചെടുക്കുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി എടുക്കുമ്പോൾ ഇതുപോലെ ഈ നാരായിട്ട് വരുന്നതിനെ മാത്രം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അത് നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചില വാഴക്കൂമ്പ് യൂസ് ചെയ്യുമ്പോൾ കയ്പ്പ് രസം വരും, ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതിൻ്റെയൊക്കെ ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക കേട്ടോ. മറ്റുള്ളവർക്ക് ഉപകാരമാവുമല്ലോ. എല്ലാ വാഴയുടെയും എടുക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അരിഞ്ഞ് വെള്ളത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ടൊന്ന് പൊട്ടിച്ചു. ഇനി നമ്മളിതിനകത്തേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. ഒരു 10 ചെറിയുള്ളി, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്താണ്. നിങ്ങൾക്ക് കല്ലുകൊണ്ട് ജസ്റ്റ് ചതച്ചെടുത്താലും മതി. അതതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്, ചെറിയുള്ളിയും ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ ഒരു 10 എണ്ണം ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി ഒരു 2-3 എണ്ണം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അരിഞ്ഞ് ചേർക്കുന്നതിലും നല്ലത് ഇതാണ് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ലൈറ്റായിട്ട് അതൊന്ന് ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ്. വറ്റൽമുളക് ചതച്ചാണ്, ക്രഷ്ഡ് ചില്ലിയാണ്. അപ്പം അതുകൂടി ഞാൻ നമ്മളുടെ എരിവിനനുസരിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതിനങ്ങ് ഒരുപാട് എരിവ് വേണ്ടല്ലോ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴലണം. കാരണം അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞത് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തിൽ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കുമ്പം തന്നെ ആ നാര് പോലെയുള്ളത് അങ്ങും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതിനെ എടുത്തൊന്ന് മാറ്റിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ കറയൊന്നും ഇല്ലാണ്ട് കിട്ടും. കളർ ചേഞ്ച് ആവുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി അത് നമുക്ക് നല്ല പോലെ ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം വേവൊന്നുമില്ല, ഒന്ന് ആവി കയറുമ്പം തന്നെ വെന്ത് കിട്ടും. എന്നിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് ഒതുക്കി വെച്ച് ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക. നന്നായിട്ടൊന്ന് ആവി കയറട്ടെ. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇത് കൂമ്പ് മാത്രം വെച്ചിട്ടും ചെയ്യാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വൻപയറാണ്. വൻപയർ ചേർത്തിട്ടും ചെയ്യാം. അതല്ല ചെറുപയർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപയർ ചേർത്തിട്ടും ചെയ്യാം. പച്ചപ്പയറുണ്ടല്ലോ, അത് ചേർത്തിട്ടും ചെയ്യാം. കൂമ്പ് മാത്രം വെച്ചിട്ടും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ.
ഇപ്പോൾ വൻപയറോ ചെറുപയറോ ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം മെത്തേഡ് ലാസ്റ്റ് വരെ ഫോളോ ചെയ്യുക. അതിൽ വൻപയറോ ചെറുപയറോ ചേർക്കണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ പയർ വേവിച്ചത് മാറ്റി വെച്ചിരിക്കണം, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് മതിയാവും കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഓവറായിട്ട് ഇതിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഉള്ളി ഒന്ന് വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമ്മുടെ കൂമ്പ് ചേർക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് ആദ്യം വിട്ടു പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് കേട്ടോ ചേർത്തത്. നിങ്ങൾ ആദ്യം തന്നെ ചേർത്തോളൂ. ഇനി പയർ വെള്ളത്തോടു കൂടി ചേർക്കരുത്, പയർ മാത്രം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് പയർ ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ പയറിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. പയർ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാലും ആ ഒരു വാഴക്കൂമ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും, ആ പയറിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ പയർ ഒരുപാട് അങ്ങ് കൂടണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കുക. വീണ്ടും ഒന്ന് ഒതുക്കി അതെല്ലാം ഒന്ന് ജോയിൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം നല്ല ലോയിൽ വെച്ച് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഈ സമയത്ത് നല്ല ഒരു പിടി തേങ്ങയൊന്നും ഒരുപാട് എടുക്കണ്ട, ഒരു പിടി മതി. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1-2 നുള്ളു മഞ്ഞൾപ്പൊടി മതിയാവും. ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് ഞാനൊന്ന് പൾസ് മോഡിൽ കറക്കി എടുത്താണ് പീസാക്കി കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് കേട്ടോ തേങ്ങ അങ്ങനെ ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പൾസ് മോഡിൽ കറക്കി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അരഞ്ഞു പോകരുത്, ചതച്ചെടുക്കുക ചെയ്യാവും. ഒന്ന് അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്തു, ഒന്ന് ആവി കയറിക്കോട്ടെ. ആവി കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ. നമ്മൾ ആ പയർ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യൂ, നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വൻപയറോ ചെറുപയറോ വേണ്ടാന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അതുപോലെ ചെയ്യുക. അതായത് ഉള്ളി ചതച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പയർ ചേർക്കണ്ട, അതിന് പകരം തേങ്ങ ചേർത്ത് ഇളക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു മിനിറ്റ് തേങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒതുക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്, ട്രൈ ചെയ്യാൻ മറക്കരുത്. പക്ഷേ ഈ ചെറുപയറും അതല്ലെങ്കിൽ വൻപയർ, എനിക്ക് ചെറുപയറിനേക്കാൾ കൂടുതൽ ഇഷ്ടം വൻപയർ ചേർക്കുന്നതാണ്. വൻപയറും കൂടെയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. നമ്മൾ ഈ കൂമ്പ് മാത്രം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ചെറുപയറിലും എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് വൻപയറാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.